PFI കേന്ദ്രങ്ങളിൽ വീണ്ടും റെയ്ഡുമായി NIA. കർണാടകം, മഹാരാഷ്ട്ര, ഡൽഹി അടക്കം 7 സംസ്ഥാനങ്ങളിലാണ് റെയ്ഡ് നടക്കുന്നത്. 170 പേരെ കസ്റ്റഡിയിലെടുത്തു. ഡാൻ കുര്യൻ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ഡാൻ, എന്താണ് ഈ ഇന്നത്തെ റെയ്ഡിന്റെ വിശദാംശങ്ങൾ? അന്ന് നേരത്തെ നടന്നതുപോലെ തന്നെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ച് രഹസ്യമായി തന്നെയാണോ കാര്യങ്ങൾ നടക്കുന്നത്? രജിത്, നമ്മൾ ഇന്നലെ വൈകിട്ട് തന്നെ ഇത് സംബന്ധിച്ച് ചില സൂചനകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതായത് ഓപ്പറേഷൻ ഒക്ടോപസിന്റെ ഭാഗമായുള്ള 2ാം ഘട്ട തെരച്ചിലാണ് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുകൊണ്ട് 7 സംസ്ഥാനങ്ങളിലായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഉത്തർപ്രദേശിന് പുറമെ ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, അസം, കർണാടക, ഡൽഹി, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലാണ് സംസ്ഥാന പോലീസ് സേനകളുടെ നേതൃത്വത്തിൽ ഭീകരവിരുദ്ധ വിഭാഗങ്ങളും ഒപ്പം തന്നെ ദേശീയ സുരക്ഷാ ഏജൻസികളുടെയും ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ ഇപ്പോൾ ഈ റെയ്ഡ് വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഓപ്പറേഷൻ ഒക്ടോപസിന്റെ ഭാഗമായി കഴിഞ്ഞ 22-ന് അർദ്ധരാത്രി 15 സംസ്ഥാനങ്ങളിൽ വ്യാപകമായ തെരച്ചിൽ നടത്തുകയും 106 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനെതിരായി പോപ്പുലർ ഫ്രണ്ടിന്റെ ഭാഗത്തു നിന്ന് അക്രമാസക്തമായ പ്രതികരണം സംസ്ഥാനത്തിന്റെയും രാജ്യത്തിന്റെയും വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായേക്കുമെന്ന കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസിയുടെ കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ വ്യാപകമായ ഒരു റെയ്ഡിന് വീണ്ടും ഓപ്പറേഷൻ ഒക്ടോപസിന്റെ ഭാഗമായി 4 സുരക്ഷാ സേനകൾ വീണ്ടും കോപ്പ് കൂട്ടിയത്. എന്തായാലും അതിന്റെ ഭാഗമായി മുമ്പ് സൂചിപ്പിച്ച പോലെ ഇന്ന് പുലർച്ചയോടകം തന്നെ 170-ലധികം ആളുകളെ കസ്റ്റഡിയിലെടുത്തതായാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകരെ 7 സംസ്ഥാനങ്ങളിൽ നിന്നായി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്നൊരു നിർണായകമായ വിവരവും നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നതാണ്. എന്തായാലും ഈ പരിശോധന തുടരുകയാണ്. എന്തൊക്കെ കാര്യങ്ങളാണ്, ആയുധങ്ങൾക്ക് പുറമെ മറ്റെന്തെങ്കിലും സാങ്കേതിക സംവിധാനങ്ങൾ കൂടി ഈ സംസ്ഥാനങ്ങളിൽ നടത്തിയ തിരച്ചിലിൽ പിടിച്ചെടുത്തിട്ടുണ്ടോ എന്ന കാര്യത്തിൽ കൃത്യമായൊരു വിവരം നമുക്ക് ഇതുവരെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നോ ഏജൻസിയുടെ ഭാഗത്തുനിന്നോ ഇതുവരെ ലഭിച്ചിട്ടില്ല. എന്തായാലും വരും മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാകുമെന്ന് തന്നെയാണ് സൂചന. ഡാന്, ഈ നേരത്തെ നടന്ന റെയ്ഡുകളിലും നേരത്തെ നടന്ന പരിശോധനകളിലും മറ്റും PFIയുടെ അന്താരാഷ്ട്ര ഭീകരവാദ ബന്ധങ്ങൾ അടക്കം പുറത്തു വന്നിരുന്നു. അതിനുള്ള തെളിവുകളടക്കം NIAയുടെയും മറ്റ് കേന്ദ്ര ഏജൻസികളുടെയും ഒക്കെ പക്കലുണ്ട്. ഇന്നത്തെ റെയ്ഡിലൂടെ ലക്ഷ്യം വെക്കുന്നത് ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള റെയ്ഡാണോ? കൂടുതൽ കേന്ദ്രങ്ങളിലേക്ക്, കൂടുതൽ PFIയുടെ കേന്ദ്രങ്ങളിലേക്ക് റെയ്ഡ് വ്യാപിപ്പിച്ചിട്ടുണ്ടോ? മറ്റെന്തൊക്കെ വിവരങ്ങളാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്? രഞ്ജിത്ത്, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രേക്ഷകരോട് പങ്കുവച്ചിരുന്ന അതേ കാര്യം തന്നെ. അതായത് ഈ കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക്, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് അടക്കം പോപ്പുലർ ഫ്രണ്ടിന്റെ ദേശീയ നേതാക്കളിലേക്കും സംസ്ഥാന ഭാരവാഹികളിലേക്കും അന്വേഷണം നീളുന്നുണ്ട്. ഇവർ കൃത്യമായി ദേശീയ അന്വേഷണ ഏജൻസിയുടെ കൃത്യമായ നിരീക്ഷണത്തിലാണ് ഈ ഭാരവാഹികളും ഇവരുടെ കുടുംബാംഗങ്ങളും ഇവരുമായി ബന്ധപ്പെട്ടിരുന്ന മറ്റ് പാർട്ടി പ്രവർത്തകരും എന്ന കാര്യം കൃത്യമായി തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിനോട് ഉപോത്ബലകമായിട്ടാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഇന്ന് പുലർച്ചയ്ക്ക് വീണ്ടും 7 സംസ്ഥാനങ്ങളിൽ റെയ്ഡ് നടക്കുന്നത്. ഇത് 7 സംസ്ഥാനങ്ങളിൽ ഒതുങ്ങുമെന്ന് ഒരിക്കലും പറയാൻ വയ്യ. തീർച്ചയായിട്ടും ഈ റെയ്ഡ് നടന്ന മറ്റ് 15 സംസ്ഥാനങ്ങളിലെ ശേഷിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ഒരുപക്ഷെ ഈ റെയ്ഡ് ഇന്ന് തന്നെ നീളുന്ന ഒരു സാഹചര്യം ഉണ്ടായേക്കാം. നമുക്ക് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന സൂചനകൾ വെച്ചിട്ട് രാജ്യം കണ്ട ഏറ്റവും വലിയ ഒരു രാജ്യത്തിനെതിരായ ദേശവിരുദ്ധ പ്രവർത്തനത്തിന്റെ ചുരുളുകളാണ് അഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ എല്ലാ വിവരങ്ങളും രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യമായതിനാൽ പുറത്തേക്ക് വിടാനാകില്ല. അത് രാജ്യസുരക്ഷയെ തന്നെ ദോഷകരമായി ബാധിക്കും. അതുകൊണ്ട് ജനങ്ങളുമായി പൊതുവിൽ പങ്കുവെക്കാവുന്ന ഏതാനും കാര്യങ്ങൾ മാത്രമേ നമുക്ക് അവരുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ലഭ്യമാകുന്നുള്ളൂ. എന്തായാലും അതീവ ഗൗരവമായ കാര്യം. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിൽ വീണ്ടും ഒരു ആക്രമണോത്സുകമായ പ്രവണത അത് തികച്ചും നമ്മുടെ രാജ്യത്തിന്റെ സമാധാന അന്തരീക്ഷത്തെ ദോഷകരമായി ബാധിക്കുന്ന തരത്തിൽ ഇവരുടെ ഭാഗത്ത് നിന്ന്, പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായേക്കും എന്ന ഒരു സൂചനയുടെ അടിസ്ഥാനത്തിലാണ് ആ ഒരു മിന്നൽ പരിശോധനയ്ക്ക് വീണ്ടും ഓപ്പറേഷൻ ഒക്ടോപസിന്റെ 2nd എഡിഷൻ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ വീണ്ടും 7 സംസ്ഥാനങ്ങളിലേക്ക് ഈ തെരച്ചിൽ വ്യാപിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. രഞ്ജിത്ത്, ഡാൻ കുര്യനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. 9ഓളം സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ റെയ്ഡ് പുരോഗമിക്കുന്നു. പോലീസിന്റെ സഹായവും കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. പോപ്പുലർ ഫ്രണ്ടിന്റെ കേന്ദ്രങ്ങളിൽ, ഓഫീസുകളിലും നേതാക്കളുടെ വീടുകളിലും അടക്കം വ്യാപകമായി റെയ്ഡ് നടക്കുന്നു. 170ഓളം പേർ ഇതിനകം കസ്റ്റഡിയിലായി എന്ന പ്രധാനപ്പെട്ട വിവരവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്ര മലപ്പുറം ജില്ലയിൽ. മലപ്പുറം പാലക്കാട് ജില്ലാ അതിർത്തിയായ പുലാമന്തോളിൽ യാത്രയ്ക്ക് സ്വീകരണം നൽകി. 12 മണിയോടെ പെരിന്തൽമണ്ണ പൂപ്പലത്ത് എത്തിച്ചേരും. മുസ്ലിം ലീഗ് ഉന്നതാധികാര സമിതി അംഗങ്ങൾ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തും. പാണ്ടിക്കാടാണ് യാത്രയുടെ ഇന്നത്തെ സമാപനം. CV അനുമോദിന്റെ റിപ്പോർട്ട്. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര മലപ്പുറം ജില്ലയിൽ പ്രവേശിച്ചിരിക്കുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ യാത്ര ഏകദേശം 5 കിലോമീറ്റർ പിന്നിട്ടിട്ടുണ്ട്. വഴിയിലുടനീളം
ഇരുവശത്തും രാഹുലിനെ കാണാനും അദ്ദേഹത്തിൻ്റെ ആ യാത്രയ്ക്ക് ആവേശം നൽകാനുമായി നിരവധി പേരാണ് അണിനിരന്നിരിക്കുന്നത്. നമ്മോടൊപ്പം PC വിശ്വനാഥ് ചേരുന്നു. യാത്ര ഇപ്പോൾ മലപ്പുറം ജില്ലയിലേക്ക് കടന്നിരിക്കുന്നു. എങ്ങനെയുണ്ട്? മലപ്പുറം ജില്ലയിലെ ഇതുവരെ കണ്ടതിനേക്കാൾ വലിയ പങ്കാളിത്തമായിരിക്കും എന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയാമായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ആ പ്രതീക്ഷയ്ക്കും അപ്പുറത്തുള്ള ഒരു ജനസഞ്ചയമാണ് തുടക്കം മുതൽ കാണുന്നത്. സാധാരണ തുടക്കത്തെ രാവിലെ ഞങ്ങൾ യാത്ര തുടങ്ങുന്ന നിയോജക മണ്ഡലത്തിലെ പ്രവർത്തകർ മാത്രമേ ഉണ്ടാവാറുള്ളൂ. മറ്റു മണ്ഡലങ്ങളിലെ ആളുകൾ വരുന്നത് വൈകുന്നേരമാണ്. പക്ഷേ തുടങ്ങിയ നിയോജക മണ്ഡലത്തിലെ ആളുകൾ തന്നെ ഒരു വലിയ ജനസാഗരമായി മാറിയ കാഴ്ചയാണ്. അതുമാത്രമല്ല, നമുക്ക് കാണാമല്ലോ, രാവിലെ ആയിട്ട് പോലും ഈ വീടിൻ്റെ മുന്നിൽ സാധാരണക്കാരായ ജനങ്ങൾ, പാർട്ടി പ്രവർത്തകരൊന്നും അല്ലാത്തവർ അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തിന് ആശംസ അറിയിക്കാനും വേണ്ടിയിട്ട് ഈ രാവിലെ തന്നെ പുലർച്ചെ തന്നെ തടിച്ചുകൂടി നിൽക്കുന്ന വളരെ പ്രതീക്ഷയുള്ള നല്ല കാഴ്ചയാണ്. ജാഥ ചരിത്രത്തിലേക്ക് നടക്കുകയാണ്. എത്രമാത്രം വലിയ ഉണർവാണ് കോൺഗ്രസിന് ഈ ഒരു ജാഥ? UDF-നും കോൺഗ്രസിനും വലിയൊരു ഉണർവാണ്. അതുമാത്രമല്ല, രാജ്യത്തെ ജനാധിപത്യ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ ആളുകൾക്കും ഒരു പ്രതീക്ഷ കൂടിയാണ്. ഈ ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരായിട്ടുള്ള പോരാട്ടങ്ങൾക്ക് കൂടുതൽ കരുത്ത് പകരുന്നതാണ് ഈ യാത്ര. ഇടതുപക്ഷത്തിന്റെ വിമർശനങ്ങളൊക്കെ ഇപ്പോഴും യാത്രയ്ക്കെതിരെ വരുന്നുണ്ട്. കണ്ടെയ്നർ യാത്ര എന്നെല്ലാം പറഞ്ഞ് പുച്ഛിക്കുന്നുണ്ട്. അവർ ശരിക്കും ഇതിനോട് അണിചേരില്ലേ? ശരിയാണ്. ഒന്നുകിൽ അവർ ഇതിന് പിന്തുണയ്ക്കണം, അല്ലെങ്കിൽ നല്ല സമയം നോക്കി അവർ BJP-യിൽ ലയിക്കണം. കാരണം BJP വിരുദ്ധരായിട്ടുള്ള മുഴുവൻ ആളുകൾ ഇതിനകത്തുണ്ട്. അപ്പോൾ ഒന്നുകിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇതിനെ പിന്തുണയ്ക്കണം, അല്ലെങ്കിൽ നല്ല സമയം തീരുമാനിച്ച് രണ്ടുപേരോട് ലയിച്ച് ഒരുമിച്ച് പോട്ടെ. എന്തിനാണ് ഇങ്ങനെ രണ്ടായിട്ട് നിന്ന് പോകുന്നു? രാഹുലിന്റെ വാക്കുകൾക്കായിട്ട് എല്ലാവരും കാതോർത്ത് നിൽക്കണം. പക്ഷേ രാഹുൽ കടുത്ത വിമർശനങ്ങൾ ഉന്നയിക്കുന്നില്ല എന്നുള്ളൊരു വിമർശനം ഉയരുന്നുണ്ട്. അല്ല, അദ്ദേഹം പറയുന്നത് ഇത് രാജ്യത്തെ ഒരുമിപ്പിക്കാനുള്ള ഒരു യാത്രയാണ്. ഇതിനകത്ത് ഒരുപാട് കക്ഷി രാഷ്ട്രീയമോ തെരഞ്ഞെടുപ്പ് കാലത്ത് പറയുന്ന ആരോപണ പ്രത്യാരോപണങ്ങളോ ഉണ്ടാകത്തില്ല. അങ്ങനെ ഒരു മസാല പുരട്ടേണ്ട കാര്യമില്ല. ഇത് ജനങ്ങളെ ഒന്നിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് ഈ യാത്രയ്ക്ക്. അതുകൊണ്ടാണ് അത്തരം കടുത്ത വിമർശനങ്ങളിലേക്കൊന്നും തന്നെ പോകാത്തത്. താങ്കളുടെ അനുഭവങ്ങളുണ്ട് യാത്രയിൽ പങ്കെടുത്തത്? ഞാൻ ഇപ്പോൾ എനിക്കിനി ഇവിടുന്ന് കർണാടകത്തിൽ നടക്കണം. എനിക്ക് അവിടെ ചാർജ് ഉണ്ടായതുകൊണ്ട്. പക്ഷെ ഞങ്ങളെക്കാളെല്ലാം ഫിറ്റാണ് അദ്ദേഹം 6:30 എന്ന് പറഞ്ഞാൽ 6:30 തന്നെ എത്തുന്നു, 6:30 തന്നെ യാത്ര തുടങ്ങുന്നു. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം വലിയ ചിട്ട പഠിച്ചിരിക്കുകയാണ്. 4 മണിക്ക് എഴുന്നേറ്റ് തുടങ്ങിയല്ലോ. എല്ലാവരും 4 മണിക്ക് എഴുന്നേറ്റ് തുടങ്ങി, 6 മണിക്ക് നടക്കാൻ തുടങ്ങി. നല്ലതാണ്, വ്യക്തിപരമായി പോലും നല്ലതാണ്. മെലിഞ്ഞൊത്തിരി അത് കുഴപ്പമില്ല. ശരി. എന്താണെങ്കിലും യാത്രയുടെ ആവേശം ഉൾക്കൊണ്ട് തന്നെയാണ് നേതാക്കളും പ്രവർത്തകരും എല്ലാം ഒരേപോലെ തന്നെ ഇതിൽ അണിനിരക്കുന്നത്. PC വിഷ്ണുനാഥാണ് നമ്മോടൊപ്പം ചേർന്നത്. യാത്രയുടെ ലക്ഷ്യങ്ങൾ, അതിന്റെ സന്ദേശം അത് ജനങ്ങളിലേക്ക് എത്തുവാൻ ഈ ഒരു ശ്രമം കൊണ്ട് സാധിക്കുന്നുണ്ട് എന്ന് തന്നെ അദ്ദേഹം പറയുന്നു. ഒപ്പം ഇടതുപക്ഷത്തിനെതിരെ വിമർശനവും അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. എന്നാലും രാഹുലിന്റെ യാത്ര പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിലേക്ക് തുടരുകയാണ്. വലിയ ജനസഞ്ചയം രാവിലെ 6:30 തുടങ്ങിയത് മുതൽ വലിയ ജനസഞ്ചയമാണ് യാത്രയ്ക്ക് അഭിവാദ്യം അർപ്പിക്കുവാൻ റോഡിന്റെ ഇരുവശവും അണിനിരക്കുന്നത്. അത്രമാത്രം വലിയ ഊർജ്ജത്തോടെ പ്രവർത്തകരും ഈ യാത്രയിൽ പങ്കെടുക്കുകയാണ്. കോന്നി സർക്കാർ മെഡിക്കൽ കോളേജിൽ MBBS പ്രവേശനത്തിന് നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ അംഗീകാരം കിട്ടി. 100 MBBS സീറ്റുകൾക്കാണ് അംഗീകാരം. ഇതോടെ സർക്കാർ മേഖലയിൽ 1655 MBBS സീറ്റുകളായി. പത്തനംതിട്ട ജില്ലയുടെ ദീർഘനാളത്തെ സ്വപ്നമാണ് കോന്നി മെഡിക്കൽ കോളേജിന് അംഗീകാരം ലഭിച്ചതോടെ സഫലമായത്. ഇതോടെ കോന്നി മെഡിക്കൽ കോളേജിലും വലിയ വികസന പ്രവർത്തനങ്ങൾ സാധ്യമാകും. ഘട്ടം ഘട്ടമായി മറ്റു മെഡിക്കൽ കോളേജുകളെ പോലെ കോന്നി മെഡിക്കൽ കോളേജിനെയും മാറ്റാനാണ് തീരുമാനം. നടപടിക്രമങ്ങൾ വേഗത്തിലാക്കി ഈ അധ്യയന വർഷം തന്നെ MBBS പ്രവേശനം സാധ്യമാകും. മെഡിക്കൽ കൗൺസിലിന് അംഗീകാരം ലഭിച്ചു എന്നതുകൊണ്ട് മെഡിക്കൽ കോളേജ് എല്ലാമായി എന്നുള്ളതല്ല. ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് 4 വർഷം കൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥാപനമാക്കി കോന്നി മെഡിക്കൽ കോളേജിനെ മാറ്റുക എന്നുള്ളതാണ്. 250 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കിയതിനു പുറമെ മെഡിക്കൽ കോളേജിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ പൂർത്തിയാക്കിയതോടെയാണ് അംഗീകാരം ലഭിച്ചത്. ആദ്യവർഷ ക്ലാസുകൾ ആരംഭിക്കുന്നതിനാവശ്യമായ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. കോവിഡ് പ്രതിസന്ധികളെ തരണം ചെയ്ത് OP, IP, അത്യാഹിത വിഭാഗം എന്നിവ നേരത്തെ ആരംഭിച്ചു. മൈനർ ഓപ്പറേഷൻ തിയേറ്റർ, ലാബ്, ഫാർമസി, ഇ-ഹെൽത്ത്, കാരുണ്യ മെഡിക്കൽ സ്റ്റോർ, ബ്ലഡ് സ്റ്റോറേജ് യൂണിറ്റ്, അനാട്ടമി വിഭാഗം ലാബ്, അനാട്ടമി മ്യൂസിയം, ലൈബ്രറി, ലെക്ചറർ തിയേറ്റർ തുടങ്ങിയവയും സജ്ജമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 പത്തനംതിട്ട. കൊല്ലത്ത് മകനോടൊപ്പം താമസിച്ച പിതാവ് മരണപ്പെട്ടത് ഭക്ഷണം കിട്ടാതെയെന്ന ആരോപണം. ഇരവിപുരം വള്ളക്കടവ് സുനാമി ഫ്ളാറ്റിലെ ജോസഫിന്റെ മരണത്തിലാണ് ആക്ഷേപം. ആരോപണം കുടുംബാംഗങ്ങളും പള്ളി വികാരിയും നിഷേധിച്ചു. മനുഷ്യൻ ഇവിടുന്ന് കിടക്കുമായിരുന്നു, സുഖമില്ലാതെ. പിന്നെ അയൽവക്കക്കാരാ ചോറ് കൊടുത്തോണ്ടിരുന്നത്. അപ്പോൾ ഇടയ്ക്ക് വെച്ച് അയാൾ നല്ല ഇച്ചിരി പച്ച പോലെ നടന്ന് അങ്ങോട്ട് നടന്ന് താഴോട്ടൊക്കെ പോയി നടന്ന് നല്ല പച്ച പോലെ നടന്നതാണ്. പിന്നെ ഒരു സമയത്താണ് ഈ മകന്
ജോലിക്ക് പോകാൻ തുടങ്ങിയത്. ജോലിക്ക് പോകാൻ തുടങ്ങിയ ശേഷം പിന്നെ ഇവിടെ വീട് പൂട്ടി ജോലിക്ക് പോയി. അച്ഛൻ വീട് ബ്ലെസ്സിങ്ങിന് വന്നപ്പം മകനില്ല. അങ്ങനെ പിന്നെ മകൻ ആ സമയത്ത് വന്നപ്പോൾ ഈ അച്ഛൻ കണ്ടത്. അച്ഛൻ കണ്ട് ഇവിടുന്ന് പ്രാർത്ഥിച്ച് മുറി കയറിയപ്പോൾ ആള് മൂത്രത്തോടെ കിടക്കുക. പിന്നെ ഔഷധമില്ലാതെ തല തിരിഞ്ഞ് മൂത്രത്തോടെ ഔഷധമായിട്ട് കിടക്കുന്നു. കിടപ്പുരോഗിയായിരുന്ന ജോസഫിനെ കഴിഞ്ഞ ദിവസം മൂത്രവിസർജ്യത്തിനിടയിലാണ് കണ്ടതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഇടവക വികാരിയുടെ നിർദ്ദേശപ്രകാരം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും കഴിഞ്ഞ ദിവസം മരിച്ചു. ജോസഫിന് ഭക്ഷണം പോലും നൽകിയിരുന്നില്ലെന്ന ആരോപണവുമായി ബന്ധുക്കൾക്കെതിരെ നാട്ടുകാർ രംഗത്തെത്തി. ജോസഫിന്റെ ഭാര്യ ലില്ലിയും ഇളയ മകനും വിദേശത്താണ്. മൂത്ത മകൻ ജസ്റ്റിനായിരുന്നു അച്ഛനെ നോക്കിയിരുന്നത്. ഭക്ഷണം നൽകിയിരുന്നുവെന്നും അച്ഛൻ കഴിച്ചിരുന്നില്ലെന്നും ജസ്റ്റിൻ. ഭക്ഷണം നൽകിയിരുന്നില്ലെന്ന നാട്ടുകാരുടെ ആരോപണം ജോസഫിനെ അവശനിലയിൽ കണ്ടെത്തിയ പള്ളി വികാരിയും തള്ളി. അതേസമയം ജോസഫ് വൃക്കരോഗിയായിരുന്നുവെന്നും മാനസിക രോഗത്തിനുള്ള മരുന്ന് കഴിച്ചിരുന്നുവെന്നുമാണ് മെഡിക്കൽ റിപ്പോർട്ട്. ന്യൂസ് 18 കൊല്ലം. കായംകുളത്ത് വാഹനത്തിന് സൈഡ് കൊടുക്കാത്തതിന് ദമ്പതികളെ മർദ്ദിച്ച 7-അംഗ സംഘത്തിനെതിരെ പോലീസ് കേസെടുത്തു. ആക്രമണത്തിന് തൊട്ടുമുൻപ് പ്രതികൾ മദ്യപിച്ച് കാർ ഓടിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. പ്രതികളെ തിരിച്ചറിഞ്ഞുവെന്നും അറസ്റ്റ് ഉടനുണ്ടാകുമെന്നും പോലീസ് അറിയിച്ചു. കായംകുളം കൊറ്റംകുളങ്ങരയിലായിരുന്നു സംഭവം. രാത്രി ഇരുചക്ര വാഹനത്തിൽ വീട്ടിലേക്ക് പോവുകയായിരുന്നു ദമ്പതികളായ രതീഷും ഭാര്യ രേഷ്മയും. ഇവരുടെ ബൈക്കിൽ 7-അംഗ സംഘം സഞ്ചരിച്ച കാർ തട്ടി. തുടർന്നുണ്ടായ തർക്കത്തിൽ കാറിലുണ്ടായിരുന്നവർ രതീഷിനെയും രേഷ്മയും ആക്രമിക്കുകയായിരുന്നു. കാറിന് സൈഡ് നൽകിയില്ല എന്ന് പറഞ്ഞായിരുന്നു മർദ്ദനം. വണ്ടി കൊണ്ട് ഫ്രണ്ടിൽ കൊണ്ട് വട്ടം വെച്ചിട്ട് പാറുവിന്റെ ഒരു അനിയനുണ്ടായിരുന്നു. അവനോട് വലിയ റഷ്യായിട്ട് എന്താടാന്ന് ചോദിച്ച് ചൂടാകുകയും പിന്നെ ഡോറ് തുറന്ന് വന്ന് അവനെ വണ്ടിയിൽ നിന്ന് ചവിട്ടി താഴെ ഇട്ട് ആ വണ്ടി ഓടിച്ച പയ്യൻ. അവരെ ഒന്നും എനിക്ക് അറിയത്തൊന്നുമില്ല. അപ്പം ഞാൻ പറയുന്നുണ്ട് എൻ്റെ അനിയന്മാരൊന്നും ചെയ്യില്ലെന്നൊന്നും പറഞ്ഞിട്ട് അവന്മാർ അപ്പോഴത്തേന് അവന്മാരെ വേറൊരു പയ്യനും കൂടെ വന്നായിരുന്നു. അവന്മാരെ അടിക്കുകയും അത് അതിൻ്റെ ഇടയ്ക്ക് പാറു കയറി വന്നു. പാറുവിനെ ചെബുക്കലിന് അടിക്കേണ്ട അവൾ മറിഞ്ഞു വീണ്. ആ സമയത്ത് ആരുടെ ചവിട്ടി എന്നൊക്കെ പറഞ്ഞു. നല്ല പെയിനൊക്കെ ഉണ്ടായിരുന്നു. ഏട്ടൻ്റെ കൂട്ടുകാരൊക്കെ ഉണ്ട്. സംസാരമായപ്പം എല്ലാവരെയും പിടിച്ചു മാറ്റുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഇവിടെ ഒരു ഒറ്റ അടി തന്നു. ചെവിക്കുറ്റി നോക്കി അടിച്ച് ഞാൻ താഴെ വീണു. എൻ്റെ പുറത്തൊരു ചവിട്ടും തന്നു. എന്നിട്ട് എന്നെ കയറി ഒരുമാതിരി നമ്മളെ വലിക്കുന്ന നമുക്ക് അറിയാമല്ലോ, നല്ല രീതിയിൽ തൊട്ടാലോ. അങ്ങനെ പിടിച്ച് വലിക്കുകയും അടിക്കുകയൊക്കെ ചെയ്ത് എൻ്റെ കൈ മുറിയൊക്കെ ചെയ്ത് കൈയും കാലും ഒക്കെ പിടിച്ച് റോഡിൽ കൂടെ വലിച്ചെന്നെ. അങ്ങനെ പിന്നെ പ്രശ്നമായി. ഒരു കൂടെ വന്ന പയ്യന്റെ കൈ മുറിഞ്ഞ് കീറി വയറ്റത്ത് കീറിയൊക്കെ ചെയ്ത്. ആക്രമിക്കുന്നത് കണ്ട സ്ഥലത്തെത്തിയ രേഷ്മയുടെ സഹോദരനായ വിഷ്ണു, സുഹൃത്ത് അപ്പു എന്നിവരെയും സംഘം മർദ്ദിച്ചു. അപകടത്തിന് മുമ്പ് പ്രതികൾ കാറിൽ മദ്യപിച്ച് യാത്ര ചെയ്യുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. ഇത് പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. മൂന്ന് പേരെ തിരിച്ചറിഞ്ഞു. ബാക്കിയുള്ളവർക്കായി അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് കായംകുളം പോലീസ് വ്യക്തമാക്കി. ന്യൂസ് 18 ആലപ്പുഴ. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ക്ഷേത്രത്തിലെ കൊടിമര ചുവട്ടിൽ നടന്ന ഗണപതി പൂജ, ശങ്കരപീഠത്തിൽ കലശസ്ഥാപനം, സങ്കല്പ പൂജ എന്നിവയുടെയാണ് നവരാത്രി പൂജകൾക്ക് തുടക്കം കുറിച്ചത്. മഹാനവമി നാളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് ദേവിയുടെ പുഷ്പരഥോത്സവം നടക്കും. വിജയദശമി വരെ നീളുന്ന നവരാത്രി ആഘോഷത്തിന്റെ 10 ദിവസക്കാലം കൊല്ലൂരിൽ തിരക്കേറും. ക്ഷേത്രം മുഖ്യമന്ത്രി രാമചന്ദ്ര അഡിഗയുടെ കാർമ്മികത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. ഭക്തലക്ഷങ്ങൾ പങ്കെടുക്കുന്ന രഥോത്സവം വർഷങ്ങൾക്ക് ശേഷം ഇത്തവണ പകൽ സമയത്ത് നടക്കുന്നുവെന്നത് ആഘോഷങ്ങളിലെ പ്രത്യേകതയാണ്. രാജ്യത്തെ ആദ്യത്തെ ട്രൈബൽ എയ്ഡഡ് കോളേജുകൾ മുഖ്യമന്ത്രി നാടിന് സമർപ്പിച്ചു. ഇടുക്കി നാടുകാണിയിലും കോട്ടയം മുരിക്കും വയലിലുമാണ് കോളേജുകൾ തുടങ്ങിയത്. മലയര സഭയുടേതാണ് 2 കോളേജുകൾ. പുതിയ ചരിത്രം കുറിച്ചുകൊണ്ടാണ് 2 കോളേജുകൾ നിലവിൽ വന്നത്. ഇടുക്കി നാടുകാണിയിൽ തുടങ്ങിയ ട്രൈബൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജും കോട്ടയം മുരുക്കും വയലിൽ തുടങ്ങിയ ശ്രീ ശബരീശ കോളേജും ട്രൈബൽ മാനേജ്മെന്റിന് കീഴിലുള്ള രാജ്യത്തെ ആദ്യത്തെ എയ്ഡഡ് കോളേജുകളാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് 2 കോളേജുകളുടെയും ഉദ്ഘാടനം നിർവഹിച്ചത്.
പിന്നോക്ക വിഭാഗങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതാണ് കോളേജുകളുടെ പ്രവർത്തനമെന്ന് മുഖ്യമന്ത്രി അഭിനന്ദിച്ചു. ഒരു വൈജ്ഞാനിക സമൂഹം സൃഷ്ടിക്കുക എന്ന നിലയിലാണ് നമ്മുടെ നാട്ടിൽ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ ലക്ഷ്യത്തിന് അനുസൃതമായ ഇടപെടലുകൾ നടത്താൻ ഈ സ്ഥാപനങ്ങൾക്ക് കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാനത്ത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങൾ വൈകാതെ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. പരീക്ഷകൾ കോളേജുകൾ നേരിട്ട് സംഘടിപ്പിക്കുന്ന രീതി വരും. ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ രീതിശാസ്ത്രമേ മാറുകയാണ്. അടുത്ത ഏതാനും വർഷങ്ങൾ കൊണ്ട് വലിയ മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത്. ചില മാറ്റങ്ങൾ ഇപ്പോൾ തന്നെ ഈ വർഷം തന്നെ ഉണ്ടാവുകയാണ്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു, ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ തുടങ്ങിയ പ്രമുഖരുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങുകൾ. ന്യൂസ് 18 കോട്ടയം. ഇന്ന് ലോക വിനോദസഞ്ചാര ദിനം. ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് ന്യൂസ് 18-നൊപ്പം ചേരുന്നു തത്സമയം. രഞ്ജിത്ത്, ലോക ടൂറിസം ദിനമാണെന്ന്. സംസ്ഥാനം ടൂറിസം രംഗത്ത് കേരളത്തിന്റെ പ്രത്യേക മാതൃകകൾ തീർത്ത സംസ്ഥാനമാണ്. പക്ഷേ കഴിഞ്ഞ കോവിഡോടുകൂടി ടൂറിസം രംഗം വലിയ തിരിച്ചടി നേരിട്ടു. അതെല്ലാം മറികടന്നുകൊണ്ട് അതിജീവിച്ചുകൊണ്ട് കേരള ടൂറിസം മുന്നേറുകയാണ്. ഇപ്പോൾ നമ്മോടൊപ്പം ടൂറിസം മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് ചേരുന്നു. നമസ്കാരം. ഏതായാലും ലോക ടൂറിസം ദിനമാണ്, റീതിങ്കിങ് ടൂറിസമാണ് ഈ ടൂറിസം ടീം. എങ്ങനെയാണ് കേരളം ഈ ഘട്ടത്തിൽ റീതിങ്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? എന്താണ് റീതിങ്ക് ചെയ്യേണ്ടത്? UNWTO റീതിങ്കിങ് ടൂറിസം എന്നുള്ള ആശയം മുന്നോട്ട് വെക്കാൻ കാരണം പോസ്റ്റ് കോവിഡ് എങ്ങനെ നമുക്ക് ഒരു പുനർചിന്തനത്തിലൂടെ ടൂറിസത്തെ വീണ്ടെടുക്കാമെന്നുള്ളതാണ്. മെയ് 20, 2021 സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ മനുഷ്യന് സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ യഥാർത്ഥത്തിൽ ടൂറിസം വെന്റിലേറ്ററിലായിരുന്നു. ആ വെന്റിലേറ്ററിലുള്ള ടൂറിസം എന്ന് പറഞ്ഞ് നിലവിളിച്ച് കരയുകയായിരുന്നില്ല സർക്കാർ ചെയ്തത്. ഈ പ്രതിസന്ധി തൊട്ടടുത്ത ദിവസം എങ്ങനെ മുറിച്ചു കിടക്കാനാകും കോവിഡിന്റെ രൂക്ഷത കുറഞ്ഞാലെന്നുള്ളത് ആലോചിച്ച് പദ്ധതികൾ ആവിഷ്കരിച്ചു. അതിൽ പ്രധാനമായിരുന്നു അന്ന് ആലോചിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പദ്ധതി സുരക്ഷിത യാത്ര, സുരക്ഷിത ഭക്ഷണം, സുരക്ഷിത താമസം. അതാണ് കാരവൺ. നേരത്തെ ആഡംബര വാഹനമായി നാം കണ്ടപ്പോൾ അത് അല്ലാത്ത നിലയിൽ എങ്ങനെ ടൂറിസ്റ്റുകൾക്ക് ഉപയോഗിക്കാമെന്നുള്ള ഒരു നയം കൊണ്ടുവന്നു. അതിനെല്ലാ വകുപ്പുകളും സഹായിച്ചു. ഒരു 35 കൊല്ലത്തിന് ശേഷം കേരളത്തിൽ ഒരു പുതിയ ടൂറിസ്റ്റ് ഉൽപ്പന്നം വന്നു. ചുണ്ടൻ വള്ളത്തിന് ശേഷം കാരവൺ പാർക്ക് ഇടുക്കിയിലെ വാഗമൺ ഹൗസ് ബോട്ടിന് ശേഷം ഇത് ടൈം മാഗസിൻ എടുത്തു പറഞ്ഞു. ടൈം മാഗസിൻ ലോകത്ത് കണ്ടിരിക്കേണ്ട 50 ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നായി കേരളത്തെ കണ്ടു എന്നുള്ളതിനോടൊപ്പം കാരവണിനെയും കാരവൺ പോളിസിയും എടുത്തു പറഞ്ഞു. ഇപ്പോൾ റീതിങ്കിങ് എന്നുള്ളതിന്, പുനർചിന്തനത്തിന് ഏറ്റവും നല്ല നിലയിൽ സർക്കാരിന് ഇടപെടാൻ പറ്റി എന്നുള്ളത് ലോകപ്രസിദ്ധമായ ടൈം മാഗസിൻ തന്നെ എടുത്തു പറഞ്ഞു. ഇതിലിപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ആഭ്യന്തര സഞ്ചാരികളുടെ എണ്ണം ഞങ്ങൾ ഉദ്ദേശിച്ചതുപോലെ വർദ്ധിച്ചു എന്നുള്ളത് വലിയ ആത്മവിശ്വാസമാണ് ഞങ്ങൾക്ക് നൽകുന്നത്. 5 ജില്ലകൾ, ആ ജില്ലകൾ രൂപം കൊണ്ടതിന് ശേഷമുള്ള സർവ്വകാല റെക്കോർഡോടുകൂടിയുള്ള ആഭ്യന്തര സഞ്ചാരികളുണ്ടായി. ചാമ്പ്യൻസ് ബോട്ട് ലീഗ് വമ്പിച്ച വിജയമാക്കി തവണ മാറ്റാൻ സാധിച്ചു. ഓണാഘോഷം ഒരു റിവഞ്ച് ഓണാഘോഷമായിരുന്നു. ബേപ്പൂർ വാട്ടർ ഫെസ്റ്റ് ശ്രീ ശശി തരൂർ എടുത്തു പറഞ്ഞു. റിവഞ്ച് ടൂറിസം, ഒരു പ്രതികാര മനോഭാവത്തോടു കൂടി യാത്ര ചെയ്യാനുള്ള മനുഷ്യന്റെ ആഗ്രഹം പോലെ തന്നെ ഒരു ഇടവേളയ്ക്ക് ശേഷം ഓണം ആഘോഷിക്കാനും ഒരു പ്രതികാര മനോഭാവത്തോടുകൂടി ജനങ്ങൾ തയ്യാറായി. റിവഞ്ച് ഓണാഘോഷം വന്നു. ബേപ്പൂർ വാട്ടർ ഫെസ്റ്റ്, അതിന്റെ സെക്കൻഡ് സീസൺ ആരംഭിക്കുന്നു. അത് മലബാറിലൊരു ഉണർവാണ്. ഓണാഘോഷം യഥാർത്ഥത്തിൽ ലോകത്ത് ഇതുപോലൊരു ആഘോഷമില്ല. എല്ലാ മതസ്ഥരും എല്ലാ ജനവിഭാഗങ്ങളും ഒന്നിച്ച് ഒരു സെക്യുലർ എന്നുള്ള നിലയിൽ മുന്നോട്ട് വരുന്നു. ഇത് ലോകത്താകെ ജനങ്ങളെ ആകർഷിക്കാനാകണം. അതിന് ചില പദ്ധതികൾ പ്രത്യേകം ആവിഷ്കരിക്കുന്നു. തിരുവനന്തപുരത്തെ ആഘോഷം മാത്രമാണോ? അല്ല, ഗ്രാമഗ്രാമാന്തരങ്ങളിൽ തുടങ്ങി ജില്ലാ കേന്ദ്രങ്ങൾ തുടങ്ങി തലസ്ഥാന നഗരി വരെയുള്ള ഓണാഘോഷത്തെ ലോകത്തെ ആകർഷിക്കാൻ പറ്റുന്ന പദ്ധതി 2023 കൊണ്ടുവരാൻ ഇപ്പോഴേ കാര്യങ്ങൾ ആലോചിക്കുന്നു.
ഫ്രാൻസിൽ ഞങ്ങൾ അതിന്റെ പ്രത്യേക കാര്യങ്ങൾ ആലോചിച്ചു. എന്താണ് ഫ്രാൻസിൽ ശരിക്കും നമ്മൾ ഈ 4 ദിവസം എന്താണ് ഫ്രാൻസിൽ ഇപ്പോ ഫ്രഞ്ച് ജനതയുടെ പ്രത്യേകത അവർക്ക് യാത്ര ചെയ്യാൻ വല്ലാതെ താല്പര്യമുള്ളവരാണ്. കേരളത്തിൽ വിദേശ സഞ്ചാരികൾ വരുന്നവരുടെ എണ്ണം പരിശോധിച്ചാൽ ഒരു 2ാം സ്ഥാനത്തോ 3ാം സ്ഥാനത്തോ ആണ് ഫ്രാൻസ്. 3ാം സ്ഥാനത്താണ്. ഇത്തവണ ഞങ്ങൾ ലക്ഷ്യമിടുന്നത് ഫ്രാൻസിനെ 1 ലക്ഷത്തിലധികം ഫ്രഞ്ച് പൗരന്മാർ കേരളത്തിലേക്ക് വരാനുള്ള പദ്ധതിയാണ്. അതിന് ഏറ്റവും നല്ല സാധ്യത വെൽനസ് ടൂറിസമാണ്. ആയുർവേദ ചികിത്സ ഉൾപ്പെടെയുള്ള വെൽനസ് ടൂറിസം താല്പര്യമാണ്. ഞങ്ങൾ ഡിസ്കസ് ചെയ്തു, അവരുടെ വിവിധ ആളുകളുമായി ഡിസ്കസ് ചെയ്തു. ഇന്ത്യൻ അംബാസഡർ തന്നെ അതിന് സഹായിച്ചു. അവരുടെ ചേംബർ ഓഫ് കോമേഴ്സിന്റെ പ്രസിഡന്റുമായി സംസാരിച്ചൊരു രൂപരേഖ തയ്യാറാക്കി. ഇപ്പോൾ അവിടെ ടൂറിസത്തിന്റെ ഡയറക്ടർ ഉൾപ്പെടെയുള്ളവർ ഫ്രാൻസിലുണ്ട്. അവരുൾപ്പെടെ ഇരുന്നു കൊണ്ട് അതിന്റെ മറ്റു കാര്യങ്ങൾ കൂടി ആലോചിക്കാൻ വേണ്ടി പോവുകയാണ്. ഒരു റോഡ് ഷോ അവിടെ നടത്താൻ വേണ്ടി പോകുന്നു. 2023 കണ്ടുകൊണ്ട് ഫ്രഞ്ച് ജനതയെ കൊണ്ടുവരാനുള്ള പ്രത്യേക പദ്ധതിയുണ്ട്. 1 ലക്ഷം ഫ്രാൻസിലെ പൗരന്മാർ കേരളത്തിലേക്ക് എത്തും. അപ്പോൾ വിദേശികൾ എത്തുക എന്ന് പറയുമ്പോൾ 2 നിലയിൽ അതിന് ഗുണമുണ്ട്. ഒന്ന്, കേരളത്തിന്റെ പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ, ചരിത്ര പ്രാധാന്യമുള്ള ഇടങ്ങൾ, സാംസ്കാരിക വൈഭവങ്ങൾ, പ്രത്യേകതകൾ ഇത് കാണിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതോടൊപ്പം തന്നെ ഒരു മനുഷ്യനെ സന്തോഷിപ്പിക്കാൻ പറ്റുന്നതോടൊപ്പം തന്നെ കേരളത്തിന്റെ സാമ്പത്തിക മേഖലയിലേക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. കേരളത്തിന്റെ ഭാവിയാണ് ടൂറിസം. ടൂറിസത്തിന്റെ വരുമാനം എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല, അത് അദൃശ്യമാണ്. ഒരു അദൃശ്യ ശക്തിയാണ് ടൂറിസം യഥാർത്ഥത്തിൽ. ആ നിലയിൽ പരോക്ഷമായി ടൂറിസത്തിലൂടെ ഒരു ടൂറിസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ നാട്ടിലാകെ പല നിലയിൽ കച്ചവടം വർദ്ധിക്കും, ജനങ്ങളുടെ ജീവിതത്തിൽ അഭിവൃദ്ധിപ്പെടും. ഈ നിലയിലേക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ വിദേശ സഞ്ചാരികളെ കൊണ്ടുവരിക. റഷ്യ ഞങ്ങൾ പ്രത്യേകം ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഫ്രാൻസ്, റഷ്യ, UK, US, UAE പോലുള്ള ഇടങ്ങളിൽ നിന്ന് ആളുകളെ കൊണ്ടുവരാൻ പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിക്കും. ഈ കോർഡിനേഷൻ വിദേശ സഞ്ചാരികളുടെ എണ്ണം വളരെ രീതിയിൽ വലിയ മന്ദഗതിയിലാണ് മുന്നോട്ട് പോകുന്നത്. പ്രധാനമായിട്ടും UK ആണ് നമ്മുടെ ഈ കേരളത്തിൽ, തെക്കൻ കേരളത്തിൽ കൂടുതൽ ആളുകൾ വരുന്നൊരു സ്ഥലം, ഒരു രാജ്യം. പക്ഷേ UK എന്ന് നമ്മുടെ ടൂർ ഓപ്പറേറ്റർ സംസാരിക്കുന്നവർ പറയുന്നത് UK എന്ന് വിസ ഓൺ അറൈവൽ ഇപ്പോഴില്ല. നമ്മൾ പല രാജ്യങ്ങളിലും അതാക്കിയിട്ടുണ്ട്. UK, കാനഡ ഒന്നുമില്ല. അതൊരു തിരിച്ചടിയാണ്. അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ചില നീക്കങ്ങൾ ഞങ്ങളിപ്പോ നടത്തുന്നുണ്ട്. വിദേശ മന്ത്രാലയം സംസാരിക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാർ തന്നെ മുൻകൈ എടുക്കുന്നുണ്ട്. UK ഒരു വലിയ ട്രേഡ് ഫെയർ ഇപ്പോൾ നടക്കാൻ വേണ്ടി പോവുകയാണ്. നവംബർ മാസത്തിൽ നടക്കും. അതോടുകൂടി UK പഴയതിനേക്കാൾ കൂടുതൽ ആളുകൾ കേരളത്തിലേക്ക് വരുന്ന നിലയുണ്ടാകും. എന്തായാലും 2023 ഫോക്കസ് ചെയ്യുകയാണ്. 2023, 2024 കോവിഡിന് ശേഷം ഫോറിൻ ടൂറിസ്റ്റുകൾ വീണ്ടും കേരളത്തിലേക്ക് വലിയ നിലയിൽ വരുന്ന സ്ഥിതി ഉണ്ടാവും. ഓണാഘോഷങ്ങൾ കാണാൻ വരുന്നു, ആയുർവേദ ചികിത്സയ്ക്ക് വരുന്നു. കേരളത്തിന്റെ ഒരറ്റം മുതൽ ബേക്കൽ മുതൽ കോവളം വരെയുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ എക്സ്പ്ലോർ ചെയ്യപ്പെടുന്നു. ഇതിലൂടെ ഒരു വലിയ മാറ്റം ഉണ്ടാക്കാൻ പറ്റും. ജനകീയ ടൂറിസമാക്കി ടൂറിസത്തെ മാറ്റുക എന്നുള്ളതാണ് ലക്ഷ്യമിടുന്നത്. നേരത്തെയൊക്കെ നമ്മൾ ഈ കേരള ടൂറിസം പറയുമ്പോൾ പെട്ടെന്ന് കോവളം, മൂന്നാർ, അതുപോലെ തേക്കടി, അങ്ങനെ വളരെ ചുരുങ്ങിയ ഡെസ്റ്റിനേഷനുകൾ. ഒരു പ്രാദേശികമായി തന്നെ അത്തരത്തിൽ എന്താണ് അങ്ങനെ ഒരു കൺസെപ്റ്റിലേക്ക് പോകേണ്ട കാരണം എത്രത്തോളം വിജയം കണ്ടിട്ടുണ്ട്? നമ്മള് കേരളം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ നിങ്ങൾ പറഞ്ഞ പോലെ ഒരു 4, 5, 6 സ്ഥലങ്ങളെ പറയാൻ പറ്റുള്ളൂ. യഥാർത്ഥത്തിൽ അതല്ലല്ലോ. കേരളത്തിലെ ഓരോ ഇടങ്ങളും പരിശോധിച്ചാൽ എല്ലാ പഞ്ചായത്തിലും ഒരു ടൂറിസ്റ്റ് കേന്ദ്രമുണ്ട്. അത് നമുക്ക് പല കാരണത്താൽ വികസിപ്പിക്കാൻ പറ്റാത്തതാണ്. അതിനാണ് ഒരു പുതിയ പദ്ധതി ആവിഷ്കരിച്ചത്. തദ്ദേശ സ്വയംഭരണ വകുപ്പിന് നിലവിൽ ടൂറിസം വികസനത്തിന് വേണ്ടി ഫണ്ട് ചെലവഴിക്കാൻ സാധ്യതയില്ലായിരുന്നു. അത് ഞങ്ങൾ മുന്നോട്ട് വെച്ച പ്രപ്പോസൽ അവർ നേരത്തെ അംഗീകരിച്ചു. ഒരു ഡെസ്റ്റിനേഷൻ ചാലഞ്ച് അതിന്റെ ഭാഗമായിട്ട് വരുന്നു. 60% തുക ടൂറിസം വകുപ്പും 40% തുക തദ്ദേശ വകുപ്പും എടുക്കുന്ന പദ്ധതിയാണ്. അതിനിപ്പോൾ ഒരുപാട് അപേക്ഷകൾ വന്നിട്ടുണ്ട്. അത് സ്ക്രൂട്ടിനി ചെയ്ത് അനുവദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ എല്ലാ പഞ്ചായത്തുകളിലും ഡെസ്റ്റിനേഷൻ എന്നുള്ള സങ്കല്പത്തിലേക്ക് പോകുവാനുള്ള ചുവടുവെപ്പുമായി നമുക്ക് ആരംഭിക്കാനാകും. കണ്ടതിൽ പ്രാദേശികമായ ടൂറിസം കേന്ദ്രങ്ങൾ ഒരു കുറച്ച് സമയത്തേക്ക് അതിങ്ങനെ വലിയ സജീവമായി നിൽക്കും. പിന്നീട് നമ്മൾ പലപ്പോഴും പലയിടത്തും കാണാറുണ്ട് പഴയ കെട്ടിടങ്ങളായി ഇവിടെ കാട് പിടിച്ച് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകാതിരിക്കാനും ഒരു മിനിമം ഒരു അടിസ്ഥാന സൗകര്യം വേണം. പരിപാലനം, അത് മെയിൻ്റനൻസ്, അതാണ് ഇന്ന് ടൂറിസം നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം. ശുചിത്വം. നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കടലാസ് പോലും അവിടെ ആളുകൾ നിലത്തിട്ടില്ല. വിദ്യ അഭ്യസിക്കുന്നതോടൊപ്പം പുതിയ തലമുറ പഠിക്കുന്നൊരു കാര്യമാണ്. നമ്മൾ അങ്ങനെ ഒരു ശീലമില്ല. ശുചിത്വം ഒരു പ്രധാന ഘടകമാണ്. സംസ്ഥാന സർക്കാർ ശുചിത്വത്തിന് വേണ്ടി ഒരു പ്രത്യേക മിഷൻ തന്നെ കൊണ്ടുവന്നിരിക്കുകയാണ്. ശുചിത്വം എന്ന് പറയുമ്പോൾ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ആര് പരിപാലിക്കും? DTPC ആണോ, തദ്ദേശ വകുപ്പാണോ, അതോ മറ്റേതെങ്കിലും സംവിധാനമാണോ? ഇതൊരു പ്രശ്നമാണ്. അപ്പം ഇതിൽ ചെയ്യാൻ പറ്റുന്ന 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ജനങ്ങളെ പരമാവധി ബോധവൽക്കരിക്കുക എന്നുള്ളതാണ്. ഒരു ടൂറിസ്റ്റ് കേന്ദ്രം വികസിച്ചാൽ എൻ്റെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുമെന്നുള്ള ബോധ്യം ഒരു പൗരന് ഒരു പ്രദേശത്ത് ഉണ്ടാക്കാനായാൽ ആ പ്രദേശത്തെ ടൂറിസ്റ്റ് കേന്ദ്രം വികസിപ്പിക്കുന്നതിൻ്റെ ബ്രാൻഡ് അംബാസഡറായി ആ പൗരൻ മാറും. അതിന് സ്വയം ശുചിത്വം ഉറപ്പുവരുത്താൻ ആ പൗരൻ തയ്യാറായി വരും. ആ നിലയിലേക്കുള്ളൊരു ബോധവൽക്കരണമാണ് പ്രധാനമായും വേണ്ടത്. രണ്ടാമത്തത്,
ജനങ്ങളെ ടൂറിസത്തിന്റെ ഭാഗമാക്കുക. അതിലേറ്റവും പ്രധാനമാണ് പുതിയ തലമുറ. പുതിയ തലമുറയെ ടൂറിസത്തിന്റെ ഭാഗമാക്കാനാണ് ടൂറിസം ക്ലബ്ബ് ഇപ്പോൾ വളരെ സജീവമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ ഓണാഘോഷത്തിന് ദുൽഖർ സൽമാൻ എടുത്തു പറഞ്ഞ് ടീഷർട്ട് ഇട്ട ടൂറിസം ക്ലബിന്റെ വളണ്ടിയർമാരുടെ പ്രവർത്തനത്തെക്കുറിച്ചാണ്. ഓണാഘോഷത്തിന് 250 പുതിയ തലമുറയിലെ കുട്ടികളാണ് രാപ്പകലില്ലാതെ അധ്വാനിച്ചത് മറ്റു വളണ്ടിയർമാർക്കൊപ്പം. ചാമ്പ്യൻസ് ബോട്ട് ലീഗിലും അത് കണ്ടു. ഇന്നിപ്പോ ടൂറിസം ദിനത്തിൽ ശുചീകരണ പ്രവർത്തനം സംസ്ഥാനത്താകെ ടൂറിസം ക്ലബ്ബ് അംഗങ്ങൾ നടത്താൻ വേണ്ടി പോവുകയാണ്. യുവജനക്ഷേമ ബോർഡ്, കോളേജ് യൂണിയനുകൾ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് എന്നിവരുടെ സഹായത്താൽ കൂടിയാണ് ടൂറിസം ക്ലബിനെ വികസിപ്പിച്ചിട്ടുള്ളത്. ഈ ടൂറിസം ക്ലബ്ബ് യഥാർത്ഥത്തിൽ ടൂറിസം വകുപ്പിന്റെ ഒരു പട്ടാളമാണ്. കേരള ടൂറിസത്തിന്റെ ഒരു പട്ടാളമായി മാറുകയാണ്. ഞങ്ങൾ UK ഉൾപ്പെടെ വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ ടൂറിസം ക്ലബ്ബുകൾ രൂപീകരിക്കാൻ വേണ്ടി പോവുകയാണ്. ഇപ്പൊ ഫ്രാൻസിൽ അതിന്റെ ഭാഗമായി ഒരു ആലോചന നടത്തി. ഫ്രാൻസിലെ ടൂറിസം ക്ലബ്ബ് അംഗങ്ങൾ കേരള ടൂറിസത്തെ ഫ്രാൻസിൽ പ്രചരിപ്പിക്കും. അതുപോലെ തന്നെ ഓരോ രാജ്യങ്ങളിലെയും ടൂറിസം ക്ലബ്ബ് അംഗങ്ങൾ ആ രാജ്യത്ത് കേരള ടൂറിസത്തെ ബ്രാൻഡ് അംബാസഡർമാരായി പ്രചരിപ്പിക്കും. ഇവിടെ ആ പരിപാലനം ടൂറിസം ക്ലബ്ബ് അംഗങ്ങൾ ഏറ്റെടുക്കും. ഒരു ക്യാമ്പസ് ഒരു ഡെസ്റ്റിനേഷന്റെ പരിപാലനം ഏറ്റെടുക്കുകയാണ്. ഒരു ക്യാമ്പസ് ഒരു ഡെസ്റ്റിനേഷന്റെ പരിപാലനം ഏറ്റെടുക്കുന്നു. ഇപ്പോൾ മഹാരാജാസ് കോളേജ് ഒരു ഡെസ്റ്റിനേഷന്റെ പരിപാലനം ഏറ്റെടുക്കുന്നു. യൂണിവേഴ്സിറ്റി കോളേജ് ഒരു ഡെസ്റ്റിനേഷന്റെ പരിപാലനം ഏറ്റെടുക്കുന്നു. ഫാറൂഖ് കോളേജ് കോഴിക്കോട് ഒരു ഡെസ്റ്റിനേഷന്റെ പരിപാലനം ഏറ്റെടുക്കുന്നു. ബ്രണ്ണൻ കോളേജ് കണ്ണൂരിൽ ഒരു ഡെസ്റ്റിനേഷന്റെ പരിപാലനം ഏറ്റെടുക്കുന്നു. ഇങ്ങനെ വിവിധ കേരളവർമ്മ കോളേജ് തൃശ്ശൂരിൽ ഏറ്റെടുക്കുന്നു. വിക്ടോറിയ കോളേജ് പാലക്കാട് അവിടെ ഒരു ഡെസ്റ്റിനേഷൻ ഏറ്റെടുക്കുന്നു. അങ്ങനെ ഒരു ക്യാമ്പസ്, ആ ക്യാമ്പസിലെ ടൂറിസം ക്ലബ്ബ് ഒരു പ്രത്യേക ഡെസ്റ്റിനേഷൻ ഏറ്റെടുക്കുന്നു. അവിടുത്തെ പരിപാലനം, അവിടുത്തെ മാർക്കറ്റിംഗ്, അവിടുത്തെ മൊത്തം ചരിത്രത്തെ ജനങ്ങളെ അറിയിക്കുന്ന ഒരു ഇടപെടൽ. ഇതിലൂടെ പുതിയ തലമുറ സ്വയം കേരള ടൂറിസത്തിന്റെ ബ്രാൻഡ് അംബാസഡർമാരായി മാറാൻ പോവുകയാണ്. ഈ ടൂറിസം കേന്ദ്രങ്ങൾ മാത്രമല്ല, നമ്മുടെ ഈ അഭിമാനമായ മസ്കറ്റ് ഹോട്ടൽ എന്ന് പറയും. മസ്കറ്റ് ഹോട്ടല്, ചൈത്രം, അങ്ങനെ പല ഹോട്ടലിൽ നമ്മൾ പോയി നോക്കിയാൽ അവിടുത്തെ ഒരു മാറ്റ് തൊട്ട് നമ്മുടെ ഒരു കസേരയിലിടുന്ന ഒരു കവർ വരെ അതുവരെ പലപ്പോഴും നമ്മൾ ഒരു പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള വൃത്തികെട്ട അവസ്ഥയിലാണ്, പലപ്പോഴും മോശാവസ്ഥയിലാണ്. അതൊക്കെ നമ്മുടെ ആ ഒരു അടിസ്ഥാനം അവിടെ നിന്ന് തന്നെ തുടങ്ങണ്ടേ? ഇത് അവരെ KTDC പ്രത്യേകം വിളിച്ചു ചേർത്ത് ചില കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. KTDCയുടെ ചെയർമാനും KTDCയുടെ മറ്റു ഉദ്യോഗസ്ഥരുമൊക്കെ അതിനുവേണ്ടി ശ്രമം നടത്തുന്നു. ഒരു മാറ്റം, ടൂറിസം ഗസ്റ്റ് ഹൗസുകൾ, ഈ പറഞ്ഞതുപോലെ സ്ഥാപനങ്ങൾ, KTDCയുടെ സ്ഥാപനങ്ങൾ ഇവിടെയൊക്കെ വേണ്ടതുണ്ട്. അത് എത്രയോ കാലമായിട്ട് തുടരുന്ന ഒരു രീതി തുടർന്നു പോകുന്നു. അത് മാറണം. അത് അടിമുടി മാറ്റാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതിന് ചില തീരുമാനങ്ങൾ. അതെ, അത് ഇപ്പൊ PWD റെസ്റ്റ് ഹൗസുകൾ ടൂറിസ്റ്റുകൾക്ക് ഇപ്പോൾ ഓൺലൈനിലൂടെ ബുക്ക് ചെയ്യാൻ പറ്റും, ജനങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റുന്നു. 1151 മുറികൾ നേരത്തെ കാട് പിടിച്ച് ഒരാളും പോവാത്ത റെസ്റ്റ് ഹൗസുകൾ ഇന്ന് നമുക്ക് വിരൽത്തുമ്പിൽ ബുക്ക് ചെയ്യാൻ പറ്റും. 3.5 കോടി രൂപയുടെ വരുമാനമാണ് 2021 കേരളപ്പിറവി ദിനം നവംബർ 1 മുതൽ ഇതുവരെ കിട്ടിയിട്ടുള്ളത്. 52 ലക്ഷത്തിലധികം പേർ ആ ഓൺലൈൻ ബുക്കിംഗ് സൗകര്യം ഉപയോഗിച്ചു എന്നുള്ളതാണ്. അപ്പൊ അതൊരു ഗുണമാണ്, അതൊരു പുതിയ ചുവടുവെപ്പാണ്. അതിന് കഠിനാധ്വാനം ഉണ്ടായിട്ടുണ്ട്, തുടർച്ചയായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ താമസ സൗകര്യം ഇല്ലാത്തതാണ് സഞ്ചാരികൾ വരാതിരിക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം. ഇപ്പൊ മലബാർ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ തൃശ്ശൂർ വിട്ടാൽ ഒരുപാട് ഡെസ്റ്റിനേഷൻ ഉണ്ട്. പക്ഷേ വിദേശ സഞ്ചാരികൾ വരുന്നവരുടെ എണ്ണം പരിശോധിച്ചാൽ വെറും 6% മാത്രമാണ് മലബാറിൽ വരുന്നത്. എന്തുകൊണ്ട് വരുന്നില്ല? വരാത്തതിന്റെ ഒരു കാരണം താമസ സൗകര്യം ഇല്ലാത്ത. അപ്പൊ താമസ സൗകര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പഞ്ചതാര ഹോട്ടൽ മാത്രമല്ല, പഞ്ചതാര ഹോട്ടലുകൾ പുതിയത് വേണം, ഹോം സ്റ്റേകൾ വേണം, റെസ്റ്റ് ഹൗസുകൾ വേണം, ഗസ്റ്റ് ഹൗസുകൾ വേണം, എല്ലാ നിലയിലുള്ള താമസ സൗകര്യം വേണം. അതിന് മലബാറിലും പ്രത്യേകം ശ്രദ്ധിക്കാനാണ്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി യാത്ര ചെയ്യുന്നവരുണ്ട്. കേരളത്തിന്റെ പ്രത്യേകത ആതിഥേയ മര്യാദയാണ്. ആതിഥേയ മര്യാദ എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിലൊരാൾ വന്നാൽ, അല്ലെങ്കിൽ ഒരു നാട്ടിലൊരാൾ വന്നാൽ, അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലൊരാൾ വന്നാൽ, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ ഒരാൾ വന്നാൽ അവരെ സ്വീകരിക്കുക എന്നുള്ളതാണ്. ആ സ്വീകരിക്കുക എന്നുള്ളത് സ്വഭാവം ഒരു പ്രധാന ഘടകമാണ്. ഒരിക്കൽ സ്വീകരിച്ചാൽ ചിലപ്പോൾ ജന്മത്തിൽ വരില്ല, അജാതി സ്വഭാവമുള്ള ചിലരുണ്ട്. പക്ഷെ കേരളം ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. ആ ആതിഥേയ മര്യാദയിൽ പരമപ്രധാനമാണ് ഭക്ഷണം, നല്ല ഭക്ഷണം കൊടുക്കുക. കേരളത്തിന്റെ പ്രത്യേകത കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ചെറിയ സംസ്ഥാനമാണെങ്കിലും ഭക്ഷണ മാപ്പിൽ ഇന്ത്യയിൽ ഏറ്റവും മുൻപന്തിയിൽ കേരളമാണ്. കാസർഗോഡ് നിങ്ങളൊരു വെള്ള ആവോലി അത് വേറെ എവിടെയും കിട്ടില്ല. നിങ്ങൾ കണ്ണൂരെടുത്താൽ ചെറു മീൻ, തലശ്ശേരി ബിരിയാണി പ്രസിദ്ധമാണ്. കോഴിക്കോട് നിങ്ങൾ രാവിലെ ഹോട്ടലിൽ ബിരിയാണി കിട്ടുന്ന ലോകത്തെ തന്നെ അപൂർവ സ്ഥലങ്ങളിലൊന്നും കോഴിക്കോടായിരിക്കും. മലപ്പുറം പാലക്കാടൊക്കെ നിങ്ങളെടുത്ത അവിടുത്തെ ഗംഭീര ബീഫ് കറി, നിങ്ങൾ എറണാകുളം ആലപ്പുഴയും കോട്ടയത്തും പോയ കരിമീൻ, തിരുവനന്തപുരം എടുത്താൽ അതിന്റെ വൈഭവങ്ങൾ, ഇങ്ങനെ ഓരോ ഇടത്തെയും പ്രത്യേകതരം വൈഭവം. ഫുഡ് ടൂറിസം പറ്റും. നമ്മളെ പാലങ്ങൾ, വെറുതെ കിടക്കുന്ന പാലങ്ങളുണ്ട്. പുതിയ പാലം വരുമ്പോൾ വെറുതെ കിടക്കുന്ന പാലം, ആ പാലങ്ങൾ എന്തുകൊണ്ട് ഫുഡ് സ്ട്രീറ്റുകളാക്കിക്കൂടാ? ഇതിന്റെ ഭാഗമായി ഇപ്പോൾ ഒരു 5 പാലം കേരളത്തിൽ ഫുഡ് സ്ട്രീറ്റ് ആക്കി മാറ്റാനുള്ള ആലോചനയായിട്ട് ഞങ്ങൾ പോവുകയാണ്. അതിപ്പോൾ എറണാകുളം ജില്ലയിലുണ്ട്, കോഴിക്കോട് ജില്ലയിലുണ്ട്, മലബാറിൽ, വടക്കേ മലബാറിലുണ്ട്, തെക്കൻ കേരളത്തിലുണ്ട്.
ഈ 5 പാലങ്ങളെ തെരഞ്ഞെടുത്ത് 2023 ഈ 5 പാലങ്ങളും ഫുഡ് സ്ട്രീറ്റുകളാക്കി മാറ്റുക. അതോടൊപ്പം തന്നെ നമുക്ക് പാലങ്ങളെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഈ പാലങ്ങളൊക്കെ നമ്മളിങ്ങനെ വെറുതെ തുരുമ്പിടിച്ച് കിടക്കുക, അതൊക്കെ ഒന്ന് പൊടി തട്ടി ഒന്ന് പെയിന്റ് അടിച്ച് മാത്രം ഇട്ടാൽ മതി, വലിയ ചിലവൊന്നുമില്ല. കേരളത്തിലൊരു 10-50 പാലങ്ങൾ, പ്രധാന ഇടങ്ങളിലെ പാലങ്ങളെ ഒരു പെയിന്റ് അടിച്ച് അതിൽ യാത്ര ചെയ്യുമ്പോൾ തന്നെ ഒരു വെൽക്കമിങ് നേച്ചർ, ഒരു പോസിറ്റിവിറ്റി ജനങ്ങൾക്ക് ഫീൽ ചെയ്യും. ഇപ്പോൾ ഫറോക്ക് പാലം ചരിത്ര പ്രാധാന്യമുള്ള പാലമാണ്. ആ പാലം 150 വർഷം പഴക്കമുള്ള പാലം, അതിന്റെ അറ്റകുറ്റപ്പണി നടത്തി പെയിന്റ് അടിച്ചപ്പോൾ ആളുകൾ അവിടെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറി. ആളുകൾ അവിടെ വന്ന് ചാലിയാർ പുഴയുടെ മുകളിലുള്ള ഫറോക്ക് പാലത്ത് നിന്ന് സെൽഫി എടുക്കുക, അതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി മാറി. അതെ അതെ. അപ്പൊ അതുപോലെ പാലങ്ങൾ നമുക്ക് ഫുഡ് സ്ട്രീറ്റുകളാക്കാം. കേരളത്തിന്റെ ഭക്ഷണത്തെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കാം. ഓടുന്ന ഭക്ഷണം മൊബൈൽ ഫുഡ് സ്ട്രീറ്റ് ആക്കാം. പ്രധാന നഗരങ്ങളിൽ നമുക്കാക്കാം. ഇപ്പൊ KSRTCയുടെ ഓട് ഞങ്ങൾ ചർച്ച ചെയ്തു. നിങ്ങൾ 2 ബസ് ഏതായാലും വെറുതെ ഞങ്ങൾക്ക് വൈക്കത്ത് തുടങ്ങി 2 ബസ് വെച്ച് 60 ആൾക്ക് ഭക്ഷണം കഴിക്കുക, വമ്പിച്ച വിജയം. ഒരു 20 ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ. അതെ, കോവിഡ് സമയത്ത് കാറിൻ ഡൈൻ കൊണ്ടു തോന്നുന്നു. കാറിലേക്ക് മേശ വരുന്ന ഒരു പദ്ധതി അത് വലിയ നിലയിൽ സ്വീകരിച്ചു. അത് ഇപ്പോ ആളുകൾക്ക് ഹോട്ടലിൽ തന്നെ പോയി കഴിക്കാനാണ് താല്പര്യം. പക്ഷേ ഈ അല്ലാത്ത ഇടങ്ങളുണ്ട്. അപ്പൊ അത് വലിയ വിജയമായിരുന്നു. എല്ലാ KTDC ഹോട്ടലിലും കാറിൻ ഡൈൻ തുടങ്ങി. KTDC ഹോട്ടലിന് വേണ്ടി മാത്രമല്ല, അതുപോലെ ഹോട്ടലുകളും അത് ഫോളോ ചെയ്തു. അത് ഫോളോ ചെയ്യണമെന്ന് വെച്ചിട്ടാണ്. ഒരു പല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും റിസോർട്ടിലൊക്കെ താമസിച്ചാലും ഭക്ഷണമാണ് പ്രധാന വെല്ലുവിളി. കാരണം റിസോർട്ടിലെ ഒരു റേറ്റൊക്കെ അറിയാലോ. പക്ഷെ പുറത്തങ്ങനെ ഒരു സംവിധാനം പലയിടത്തും ഇല്ല. നമ്മുടെ മൂന്നാർ ഉൾപ്പെട്ട സ്ഥലങ്ങളിൽ ഒരു സാഹചര്യം. അതിനാണ് ജനങ്ങൾ, ഒരു പ്രദേശത്തെ ജനങ്ങൾ ആ പ്രദേശത്തെ പ്രത്യേക ഭക്ഷണ രീതികൾ അത് പരിചയപ്പെടുത്തുന്ന നിലയിലേക്കുള്ള ഹോം ഫുഡ്സ് അത് ഉണ്ടാക്കി, വീടുകളിൽ നിന്ന് ഉണ്ടാക്കി സഞ്ചാരികൾക്ക് എത്തിക്കുന്ന ഒരു സംവിധാനം. അതാണ് 2023 ഞങ്ങളുടെ പദ്ധതി. 2023 ഫുഡ് ടൂറിസത്തിന് വലിയ പ്രാധാന്യം നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. ഫുഡ് ടൂറിസത്തെ ഫോക്കസ് ചെയ്യണം. അതുപോലെ നൈറ്റ് ലൈഫ് ഒരു പ്രധാനമാണ്. ഈ നഗരങ്ങളിൽ, പ്രത്യേകിച്ച് തലസ്ഥാന നഗരത്തിലൊക്കെ മാസത്തിൽ ഒരിക്കലെങ്കിലും ജനങ്ങൾക്ക് വന്നിരിക്കാനും ഭക്ഷണം കഴിക്കാനും കൾച്ചറൽ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള സൗകര്യം ഒരുക്കണം. നൈറ്റ് ലൈഫ് ഒരുക്കണം. ഒരു രാത്രി ഒരു 11-11:30 മണി വരെ. ഇപ്പോൾ ഈ ഓണാഘോഷങ്ങൾ കണ്ടില്ലേ, അതേപോലെ മാസത്തിൽ ഒരു ദിവസം അതിനുവേണ്ടി മാറ്റിവെക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിന്റെ ചില ചർച്ചകൾ നടത്തുന്നുണ്ട്. ഈ നൈറ്റ് ലൈഫ് പറയുമ്പോൾ നമ്മുടെ ഈ ടൂറിസം കേന്ദ്രങ്ങളിൽ സാധാരണ വ്യവസായങ്ങൾക്ക് നമ്മൾ പ്രത്യേക സോണുണ്ട്, വ്യാവസായിക സോണുകൾ മാറ്റിവെക്കാറുണ്ട്. അതുപോലെ ഈ ടൂറിസം ശരിക്കും അങ്ങനെ പ്രത്യേകത വേണ്ടി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോ ടൂറിസം യഥാർത്ഥ ഒരു വ്യവസായമാണ്. ടൂറിസം ഈസ് എൻ ഇൻഡസ്ട്രി. അതിനെ ഒരു വ്യവസായമായി പ്രഖ്യാപിക്കണം, വ്യവസായമാക്കണം. അതിന്റെ ചില കടലാസ് പണികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെയാകുമ്പോൾ ഒരുപാട് ഇളവുകൾ കൊണ്ടുവരും. അതെ, ടൂറിസത്തെ ഒരു വ്യവസായമായി കാണേണ്ടതുണ്ട്. അത് നിർബന്ധമാണ്. ടൂറിസം മേഖലയിലുള്ളവരെ അതിന്റെ ഭാഗമായി ആനുകൂല്യങ്ങളും ഇളവുകളും ഒക്കെ കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അപ്പൊ ടൂറിസത്തെ ഒരു വ്യവസായമായി കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമവും ഞങ്ങൾ നടത്തും. ഈ മൺസൂൺ ടൂറിസമാണ് കേരളത്തിന്റെ ഒരു പ്രത്യേകത, ഒരു ആകർഷണം. പക്ഷെ ഇപ്പം എപ്പോഴും മൺസൂൺ ടൂറിസം അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത മഴയാണ് വരുന്നത്. അപ്പൊ അത് മറികടക്കാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല, അത് ഉപയോഗപ്പെടുത്താൻ പറ്റില്ല. 12 മാസത്തിൽ 7 മാസത്തിലധികം ഇപ്പൊ മഴയാണ്. 8 മാസം വരെ മഴയാണ്. മഴ ഭൂരിപക്ഷം നേടിക്കഴിഞ്ഞു. മാസങ്ങൾ ഭൂരിപക്ഷം മഴ നേടിക്കഴിഞ്ഞു. അപ്പോൾ മൺസൂൺ ടൂറിസത്തിൽ ഇപ്പൊ വെൽനസ് ടൂറിസത്തിന്റെ സാധ്യത യഥാർത്ഥത്തിൽ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ഇതാണ് ആയുർവേദിക് ട്രീറ്റ്മെന്റിനും മറ്റുമായി ആള് വരുന്നത്. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ഓണാഘോഷം, പിന്നീട് ബിനാലെ, ബേപ്പൂർ വാട്ടർ ഫെസ്റ്റ്, അതുപോലെ ബേക്കൽ മുതൽ കോവളം വരെയുള്ള ആകർഷകത്വം, ചാമ്പ്യൻസ് ബോട്ട് ലീഗ്, ഇതിനൊരു ടൂറിസം കലണ്ടർ. ആ കലണ്ടറിൽ ഈ മൺസൂണിനെ കൂടി ഉൾപ്പെടുത്തി പ്രത്യേക പദ്ധതി ആവിഷ്കരിക്കാനാണ് ഉദ്ദേശിച്ചത്. ഏതായാലും നമ്മുടെ ഈ ഹർത്താലുകളുടെ ഒരു നാടെന്നൊരു ചീത്തപ്പേര് ഇപ്പോഴും ഉണ്ട്. ഈ നമ്മുടെ ടൂർ ഓപ്പറേറ്റർ സംസ്ഥാനം അവരും പറഞ്ഞതാണ്, ഈ ഹർത്താലുകൾ വലിയ വെല്ലുവിളി തന്നെയാണ്. ഇപ്പോഴും ഈ വർഷം തന്നെ 60ഓളം ഹർത്താലുകൾ നടന്നു കഴിഞ്ഞു. അതിനെ എങ്ങനെയാണ് നമ്മൾ ടൂറിസ്റ്റുകളെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കാൻ പൊതുവെ എല്ലാ സംഘടനകളും തയ്യാറായി വരുന്നുണ്ട്. അതെ, അതിന്റെ സംസ്ഥാന നേതൃത്വം തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളായാലും സംഘടനകളായാലും സഞ്ചാരികളെ ഹർത്താലിൽ നിന്നും ഒഴിവാക്കണമെന്നുള്ള പൊതു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അത് പ്രായോഗികമായി നടപ്പിലാക്കേണ്ടതുണ്ട്, അനിവാര്യമാണ്. അത് അനിവാര്യമായ കാര്യമാണ്. ഈ റോഡുകൾ പറയാതെ ടൂറിസം തീരില്ല. പ്രത്യേകിച്ച് മുഹമ്മദ് റിയാസ് നമ്മുടെ റോഡുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ഈ ടൂറിസ്റ്റ് ഞങ്ങൾ ഇടയ്ക്ക് പൊന്മുടിയെ സന്ദർശിച്ചു. പക്ഷെ ഒരു സ്ഥിരം സംവിധാനം വേണ്ടേ റോഡുകൾ? പൊന്മുടിയിൽ ഞാനിപ്പോൾ ഒരാഴ്ച മുമ്പ് പോയിരുന്നു. പൊന്മുടി ഒരു ഭാഗം തകർന്ന് പൊളിഞ്ഞു വീണു. എന്തോ ഭാഗ്യത്തിനാണ് വലിയ അപകടം ഉണ്ടാവാതിരുന്നത്. ഇപ്പം അതിന്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. പൊന്മുടിയിലെ ഈ പുതിയ പദ്ധതി അത് ഞങ്ങൾ വളരെ പ്ലാൻ ചെയ്ത് നടത്തിയാണ്. ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് നല്ല റോഡ്, അത് ഈ റോഡ് വർക്ക് കഴിഞ്ഞാൽ വീതിയുള്ള റോഡാവും.
സൗകര്യമുള്ള റോഡാണ്. എല്ലാ ടൂറിസം കേന്ദ്രത്തിലും റോഡുകൾ നന്നാവണം. അതിൻ്റെ ഒരു പ്രശ്നം, ടൂറിസം കേന്ദ്രങ്ങളുടെ റോഡ് എടുത്താൽ ചില റോഡ് ഫിഷറീസ് വകുപ്പിൻ്റെതാണ്, ചില റോഡ് തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെയാണ്, ചില റോഡ് മറ്റ് ചില വകുപ്പിൻ്റെയാണ്, ചിലത് PWD റോഡാണ്. ഞാൻ വടക്കേ മലബാറിലൊരു സ്ഥലത്ത് പോയപ്പോൾ അവിടുത്തെ റോഡിൻ്റെ കുഴിപ്രശ്നം പറഞ്ഞു ടൂറിസ്റ്റ് കേന്ദ്രം. ഞാൻ വെറുതെ ഒന്ന് പോയി നോക്കി, വേറെ വകുപ്പിൻ്റെയാണ്, പക്ഷേ അത് പൊതുമരാമത്താണ് എന്നുള്ള പൊതുധാരണയാണ്. യഥാർത്ഥത്തിൽ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനൊക്കെ ഉള്ള റോഡുകൾ അത് മികവുറ്റ റോഡായി മാറണം. പൊതുമരാമത്ത് വകുപ്പ് ഒരു പുതിയ പദ്ധതി ഇപ്പോൾ കൊണ്ടുവരികയാണ്. ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കുള്ള റോഡിന് പ്രത്യേക ഫണ്ടിങ് ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ട് സംസാരിച്ചു. എനിക്ക് തോന്നുന്നു എല്ലാ വകുപ്പിലും ഈ ടൂറിസം വികസിക്കണമെങ്കിൽ നല്ല ആക്സസിബിലിറ്റി വേണം. ഇപ്പോൾ NH വികസിക്കാൻ വേണ്ടി പോകുന്നു, തീരദേശപാത വരുന്നു, മലയോരപാത വരുന്നു. തീരദേശപാത എന്ന് പറഞ്ഞാൽ 600 കിലോമീറ്റർ, 50 കിലോമീറ്റർ ഇടവിട്ട് കംഫർട്ട് സ്റ്റേഷനും ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുമാണ്. ജലഗതാഗത പാത വരുന്നു. അപ്പോൾ റോഡുകൾ ഒരു പ്രധാനമാണ്. ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്കുള്ള റോഡ് ശ്രദ്ധിക്കാൻ 2023-24 പൊതുമരാമത്ത് വകുപ്പ് പ്രത്യേക പദ്ധതിയാണ് ആവിഷ്കരിക്കുന്നത്. ഏതായാലും നിരവധി ആശയങ്ങൾ മുഹമ്മദ് റിയാസിന്റെ വകുപ്പിനും അദ്ദേഹത്തിനുമുണ്ട്. ടൂറിസം രംഗത്ത് കേരളം ഇപ്പോൾ മുന്നിലാണ്, പക്ഷേ ഇനി ഏറെ മുന്നേറാനുണ്ട്, ഏറെ സാധ്യതകളുണ്ട്. കേരളത്തിന്റെ നട്ടെല്ലായി സമ്പദ്ഘടന നട്ടെല്ലായി മാറേണ്ടത് ടൂറിസം തന്നെയാണ്. അതിനുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ഏതായാലും മുഹമ്മദ് റിയാസിനും അദ്ദേഹത്തിന്റെ വകുപ്പിനും എല്ലാ ആശംസകളും. ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസാണ് ഇപ്പോൾ VV അരുണിനൊപ്പം ചേർന്നത്. ടൂറിസം രംഗത്ത് കേരളം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന നിരവധിയായ ആശയങ്ങൾ അദ്ദേഹം പങ്കുവെക്കുകയായിരുന്നു. സർക്കാരിന്റെ ഭാഗത്ത് സർക്കാരിന് ഒരുപാട് പദ്ധതികൾ ഇതുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കാനുണ്ട്. അത് അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു വെക്കുകയായിരുന്നു. സർക്കാർ പദ്ധതിയിലൂടെ അകലാപ്പുഴയിൽ പെഡൽ ബോട്ട് ക്ലബ്ബ് യാഥാർത്ഥ്യമാക്കി കോഴിക്കോട് ചളവന്നൂരിലെ വനിതകൾ. ഫിഷറീസ് വകുപ്പിന്റെ സാഫ് പദ്ധതിയുടെ ഭാഗമാണ് ക്ലബ്ബ്. അകലാപ്പുഴയുടെ ടൂറിസം സാധ്യത മനസ്സിലാക്കി ബോട്ടുകളുമായി 5 വനിതകൾ. അകലാപ്പുഴയുടെ പോങ്ങിലോടിപ്പാറ മുക്കത്ത് താഴംഭാഗം ജലാശയത്തിലാണ് വനിതകളുടെ കൂട്ടായ്മയിൽ പെഡൽ ബോട്ട് ക്ലബ്ബ് ആരംഭിച്ചിരിക്കുന്നത്. ഫിഷറീസ് വകുപ്പിന് കീഴിലുള്ള സൊസൈറ്റി ഫോർ അസിസ്റ്റന്റ് ടു ഫിഷർ വുമൺ പദ്ധതിയുടെ ഭാഗമായാണ് സംരംഭം. $6.25 ലക്ഷം ചെലവഴിച്ചാണ് 1 മാസം മുൻപ് ബോട്ട് ക്ലബ്ബ് ആരംഭിച്ചത്. പദ്ധതിയിൽ നിന്നും ലക്ഷ്യമിട്ട വരുമാനവും കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്. മണ്ണങ്കര മക്കട ഉൾനാടൻ മത്സ്യത്തൊഴിലാളി കുടുംബത്തിലെ അംഗങ്ങളായ M ഫാസില, PM ലിജയകുമാരി, M നജ്ന, സംജിത, TM അർഫിദ എന്നിവരാണ് ഇന്ന് പെൺകരുത്തിന്റെ വേറിട്ട മുഖങ്ങൾ. ഞങ്ങള് സാറുമാരും പിന്നെ ഇവിടുത്തെ ഫിഷറീസിന്റെ ആൾക്കാരെല്ലാരും കൂടെ ഞങ്ങൾക്ക് ചെയ്തു തന്നതാണ്. ഇവിടെ ഞങ്ങൾക്ക് 5 പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ ഒരു കേരളത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പെഡൽ ബോട്ട് സംഭവം ഇവിടെ പറ്റും എന്നുള്ളത് ഓരോ സജഷനാണ് ഇവിടെ നമ്മൾ തുടങ്ങിയത്. ഇതുവരെ കുഴപ്പമൊന്നുമില്ലാതെ പോകുന്നുണ്ട്, ബുദ്ധിമുട്ടൊന്നുമില്ലാതെ. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ഓണത്തിന്റെ വെക്കേഷന്റെ സമയത്തും അല്ലാത്ത സമയത്തൊക്കെ നല്ല സൺഡേ ഒക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ടാവലുണ്ട്. ആൾക്കാർ അറിഞ്ഞ് ഓരോ പത്രത്തിലും ന്യൂസിലൊക്കെ കണ്ടിട്ട് അറിഞ്ഞിട്ട് ഓരോ സ്ഥലത്തു നിന്ന് വരുന്നുണ്ട് ആൾക്കാർ. ഫ്ലോട്ടിംഗ് ജെട്ടിയും ടിക്കറ്റ് കൗണ്ടറും എല്ലാം ഇവിടെ സജ്ജമാണ്. 20 മിനിറ്റ് ബോട്ടിംഗ് നടത്തുന്നതിന് മുതിർന്നയാൾക്ക് 40 രൂപയും കുട്ടികൾക്ക് 20 രൂപയുമാണ് നിരക്ക്. 4 പേർക്ക് സഞ്ചരിക്കാവുന്ന 3 ബോട്ടും ഒരാൾക്ക് കയറാവുന്ന സൈക്കിൾ മാതൃകയിലുള്ള ബോട്ടുമുണ്ട്. അകലാപ്പുഴയുടെ ടൂറിസം സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്തുന്നത് തദ്ദേശീയരാണ്. ന്യൂസ് 18 കോഴിക്കോട്.